നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. വിദുരൻ പാണ്ഡവന്മാർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗരവാദികൾ പാണ്ഡവന്മാരെ കൊല്ലാനായിട്ട് പല പണികളും ചെയ്തപ്പോൾ ഇതാരോടും പറയണ്ട എന്ന് വിദുരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഇതൊരു വലിയ കോലാഹലമാക്കണ്ട. എന്തുകൊണ്ടെന്നാൽ കൗരവന്മാർക്ക് മഹാരാജാവിൻ്റെ ബലമുണ്ട്, ധൃതരാഷ്ട്രന്റെ ബലമുണ്ട്. അപ്പോൾ സൈന്യവും എല്ലാം അവിടെ അവരുടെ കൂടെ നിന്നേ പറ്റൂ. അടുത്ത അവകാശി യഥാർത്ഥത്തിൽ യുധിഷ്ഠിരനാണെങ്കിലും അവർ 5 പേരേ ഉള്ളൂ. അതുകൊണ്ടും പിന്നെയോ യുദ്ധം ഒഴിവാകണം. അതുകൊണ്ടും ബാല്യത്തിലെ കുട്ടികൾ തമ്മിൽ യുദ്ധം ചെയ്തു എന്ന് വന്നാലോ, ഇങ്ങനെ പല കാരണങ്ങളാൽ കുടുംബത്തിൽ കലഹമുണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് വിദുരൻ അവർക്ക് രക്ഷോപായങ്ങൾ ഉപദേശിക്കും എപ്പോഴും. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും പുറത്ത് പറയേണ്ട, തൽക്കാലം ആരും അറിയണ്ട എന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും അവർ വെളിയെ അറിയാൻ അവസരം കൊടുത്തില്ല. ഈ സമയത്ത് നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് ചിന്തിക്കുകയാണ്. ഗുണൈ സമുദിതാൻ ദൃഷ്ട്വാ പൗരാ പാണ്ഡുസുതാംസ്തദാ കഥയാം ചക്രിരേ തേഷാം ഗുണാൻ സംസത്സു ഭാരത. നാട്ടുകാർ പല പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടുമല്ലോ. അവരുടെ കൂട്ടങ്ങളുണ്ടാകും, സഭകളുണ്ടാകും. അങ്ങനെ അവർ ഒരുമിച്ച് കൂടുന്ന അവസരത്തിലെല്ലാം ഈ രാജകുമാരന്മാരെ അവർ വിലയിരുത്തും. അവരുടെ അടുത്ത രാജാവായി വരേണ്ടത് ഈ കുമാരന്മാരിൽ ഒരാളാണ്. ക്രമം അനുസരിച്ചിട്ട് ഏറ്റവും മൂത്തയാളാണ്, അത് യുധിഷ്ഠിരനുമാണ്. അങ്ങനെ അവരെ എല്ലാം കുറിച്ച് ഇവരെ വിലയിരുത്തും. അപ്പോൾ അവര് എല്ലാവരും ഈ കുമാരന്മാരിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ എല്ലാവരും ഏകാഭിപ്രായമാണ്. എന്തുകൊണ്ടെന്നാൽ സകല ഗുണങ്ങളും, ഒരു രാജാവിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും, ഒരു നല്ല മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും യുധിഷ്ഠിരനിലുണ്ട്. പാണ്ഡുപുത്രന്മാർ 5 പേരിലുമുണ്ട്. 5 പേരും ഗുണങ്ങളെല്ലാം തികഞ്ഞയാളാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച്, അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് അവര് തങ്ങളുടെ ഭരണാധികാരിയായിട്ട് വരണം എന്നുള്ളതിനെ കുറിച്ച് നാട്ടുകാര് പരസ്പരം സംസാരിക്കും. രാജ്യപ്രാപ്തിം ച സംപ്രാപ്തം ജ്യേഷ്ഠം പാണ്ഡുസുതം തഥാ കഥയന്തി സ്മ സംഭൂയ ചത്വരേഷു സഭാസു ച. ഈ അവസരത്തില് പാണ്ഡുവിന്റെ മൂത്ത മകനായിരിക്കുന്ന യുധിഷ്ഠിരൻ രാജ്യം ഭരിക്കാൻ എല്ലാ പ്രകാരത്തിലും യോഗ്യനാണ് എന്നിങ്ങനെ അവരെല്ലാവരും പരസ്പരം സംസാരിക്കുമായിരുന്നു. അത് നാൽക്കവലകളിൽ വെച്ചിട്ട് കാണുമ്പോഴും സംസാരിക്കും, ഏതെങ്കിലും വിശേഷത്തിന് എവിടെങ്കിലും വെച്ച് കാണുമ്പോഴും സംസാരിക്കും, കൃഷിയിടങ്ങളിൽ വെച്ച് സംസാരിക്കും, തൊഴിലിടങ്ങളിൽ വെച്ച് സംസാരിക്കും, സഭകളിൽ വെച്ച് സംസാരിക്കും, അമ്പലങ്ങളിൽ വെച്ച് സംസാരിക്കും. യുധിഷ്ഠിരൻ നമ്മുടെ രാജാവാകേണ്ട ആളാണ് എല്ലാ പ്രകാരത്തിലും എന്നിങ്ങനെ അവര് പരസ്പരം സംസാരിച്ചു തുടങ്ങി. യുധിഷ്ഠിരനെ രാജാവായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകള് ധൃതരാഷ്ട്രന് എതിരായിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. എന്താ അവര് ധൃതരാഷ്ട്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം എന്തിനാ നമ്മുടെ രാജാവായിട്ട് കയറിയിരിക്കുന്നേ? ഇദ്ദേഹത്തെ രാജാവായിട്ട് അംഗീകരിക്കണമോ? ഇദ്ദേഹം പ്രജ്ഞാചക്ഷുസ്സാണ്, എങ്കിലും അദ്ദേഹത്തിന് ലോകത്തെ കാണാനുള്ള കണ്ണുകളില്ല. അങ്ങനെയുള്ളയാള് സിംഹാസനത്തിലിരുന്ന രാജ്യത്തെ ഭരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ രാജ്യം നല്ലവണ്ണം നയിക്കപ്പെടുമോ? സുരക്ഷിതമായിരിക്കുമോ? അവരിങ്ങനെ ധൃതരാഷ്ട്രനെതിരെയും
അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. യുധിഷ്ഠിരനെ യുവരാജാവായിട്ട് എന്നേ അഭിഷേകം കഴിക്കേണ്ടതല്ലേ? അതൊന്നും ചെയ്യാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ്? നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ ധൃതരാഷ്ട്രന്റെ ഗൂഢമായിട്ടുള്ള എന്തൊക്കെയോ സങ്കല്പങ്ങൾ ഉണ്ടാകണം, അതുകൊണ്ടാണ് എന്നൊക്കെ പലർക്കും സംശയങ്ങൾ വന്നു. അതുകൊണ്ടാണ് ധൃതരാഷ്ട്രനെതിരെയും ഇദ്ദേഹം തന്നെ രാജാവായിരിക്കുന്നു, അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ലല്ലോ എന്നൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. തേവയം പാണ്ഡവജ്യേഷ്ഠം തരുണം വൃദ്ധശീലിനം അഭിഷിഞ്ചാമസാധ്വദ്യ സത്യകാരുണ്യവേദിനം. നമുക്ക് യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യാം. രാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രൻ യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്യാൻ യഥാസന്ദർഭം തയ്യാറായി വരാത്തത് കൊണ്ട് നാട്ടുകാരായ നമുക്ക് നമ്മുടെ ഉത്തരാധികാരികളായിട്ട്, നമ്മുടെ രാജാക്കന്മാരായിട്ട്, നമ്മുടെ രാജാവായിട്ട് യുധിഷ്ഠിരനെ അഭിഷേകം കഴിക്കാം. അദ്ദേഹം സത്യത്തെ അറിയുന്നവനാണ്, അദ്ദേഹം കാരുണ്യമുള്ളവനാണ്. നമ്മളുടെ എല്ലാവരുടെയും സുഖസൗകര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് അന്വേഷിക്കുകയും അത് വേണ്ടുന്ന രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് പാണ്ഡവന്മാരുടെ കൂട്ടത്തിലെ മൂത്തവനായിരിക്കുന്ന യുധിഷ്ഠിരനെ നമുക്ക് അഭിഷേകം കഴിക്കാം. ആ യുധിഷ്ഠിരൻ ഇപ്പൊ നന്നേ ചെറുപ്പമാണ്, തരുണനാണ്. എങ്കിലെന്ത്, തീരെ ചെറുപ്പമായിരുന്നാൽ പോലും വൃദ്ധശീലിനം, വൃദ്ധന്മാരെ പോലെ പക്വതയാർന്ന നല്ല ശീലത്തോടുകൂടിയവനാണ്. ജ്ഞാനവൃദ്ധനാണ് എന്നർത്ഥം. ശരീരം കൊണ്ട് യുവാവാണെങ്കിലും യൗവനത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ജ്ഞാനവൃദ്ധനാണ്. അങ്ങേയറ്റത്തെ പക്വത, ഈ വംശത്തിന് ഇണങ്ങുന്നതായ പക്വത അത് അദ്ദേഹത്തിൽ കാണുന്നു, പൂരുവിലെന്ന പോലെ. അതുകൊണ്ട് നമുക്ക് അഭിഷേകം കഴിക്കാം. അഭിഷിഞ്ചാമ, നമുക്ക് അഭിഷേകം കഴിക്കാം എന്നിങ്ങനെ അവര് പറഞ്ഞു തുടങ്ങി. എന്താ യുധിഷ്ഠിരന്റെ പ്രത്യേകതകള്? സഹിഭീഷ്മം ശന്തനവം ധൃതരാഷ്ട്രം ച ധർമ്മവിത് സപുത്രം വിവിധൈർഭോഗൈ യോജയിഷ്യതി പൂജയൻ. യുധിഷ്ഠിരനെ രാജാവാക്കിയാൽ ഈ കൗരവ കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ബുദ്ധിമുട്ട് യുധിഷ്ഠിരനെ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. യുധിഷ്ഠിരൻ അവരെല്ലാവരെയും സംരക്ഷിക്കും. ശന്തനുവിന്റെ മകനായിരിക്കുന്ന ഭീഷ്മനെ യഥായോഗ്യം ആദരവോടുകൂടിയിട്ട് അവര് പൂജിക്കും, അവര് ആദരിക്കും. അദ്ദേഹത്തിന്റെ സുഖസൗകര്യങ്ങളെല്ലാം അവർ നല്ലവണ്ണം ശ്രദ്ധിക്കും എന്ന് മാത്രമല്ല, ധൃതരാഷ്ട്രന്റെ സുഖസൗകര്യങ്ങളും പാണ്ഡവന്മാരെല്ലാവരും വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ശ്രദ്ധിക്കും. ധൃതരാഷ്ട്രന്റെ കാര്യം മാത്രമല്ല, അദ്ദേഹത്തിന് 100 മക്കളുണ്ടല്ലോ, 101 കൂടിയുണ്ട്, ഒരു പെൺകുട്ടി, പിന്നെ കുരുവംശത്തിൽപ്പെടാതെ ഒരാൾ കൂടിയുണ്ട്. അത് പിന്നെ വംശത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും പറയില്ല, അത്രയേ ഉള്ളൂ. അത് ധൃതരാഷ്ട്രന് ദാസിയിൽ പിറന്ന ഒരു പുത്രനാണ്. അപ്പോൾ കൗരവന്മാരുടെ എണ്ണം എടുക്കുമ്പോഴേക്കും അദ്ദേഹത്തെ ഇതിനകത്ത് കൂട്ടില്ല. അങ്ങനെ 100 ആൺമക്കളും ഒരു മകളും ധൃതരാഷ്ട്രനുണ്ട്, ഈ കുരുവംശത്തിൽ പിറന്ന ആളുകളായിട്ട്. അവരുടെ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് യുധിഷ്ഠിരനും മറ്റു പാണ്ഡവന്മാരും എല്ലാവരും നോക്കും. അവരെ വംശത്തിൽ നിന്നിട്ട് തള്ളിക്കളയില്ല, അവർക്കൊരു പ്രകാരത്തിലും അവമതി ഉണ്ടാക്കില്ല. അതാണല്ലോ വേണ്ടത്. എല്ലാവരെയും സംരക്ഷിക്കുന്നയാളായിരിക്കും യുധിഷ്ഠിരൻ. ഇങ്ങനെ ആളുകൾ അഭിപ്രായങ്ങൾ പറയും. ഈ അഭിപ്രായങ്ങൾ എല്ലാം ദുര്യോധന്റെ കാതിലും ചെന്ന് പെടുന്നുണ്ട്. തേഷാം ദുര്യോധന ശ്രുത്വ താനി വാക്യാനി ജൽപതാം. ഇങ്ങനെ നാട്ടുകാർ പറയുന്നതായ ഈ വാക്യങ്ങൾ, ഈ ആശയങ്ങൾ ദുര്യോധനൻ കേട്ടു. ദുര്യോധനന് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലത്. സിംഹാസനത്തിൽ കണ്ണു നട്ടിരിക്കുന്ന ദുര്യോധനന് ഈ വാക്കുകൾ, നമുക്ക് ഒരുമിച്ച് യുധിഷ്ഠിരൻ രാജാവാക്കാം എന്ന് നാട്ടുകാർ പറയുന്ന ആ വാക്കുകൾ വളരെയേറെ ദുഃഖത്തെയും ദേഷ്യത്തെയൊക്കെ ഉളവാക്കും. അത്
യുധിഷ്ഠിരാനുരക്താനാം പര്യതപ്യത ദുർമതി. യുധിഷ്ഠിരനോട് വളരെയേറെ ആദരവുള്ളതായ ആ നാട്ടുകാരുടെ വാക്കുകൾ ദുര്യോധനന്റെ ഹൃദയത്തില് ഭയങ്കരമായ ദുഃഖമുണ്ടാക്കി. മനസ്സ് ആളിക്കത്താൻ തുടങ്ങി. ഇങ്ങനെ പോയി കഴിഞ്ഞാല് തൻ്റെ മോഹങ്ങളെല്ലാം തകർന്നു പോകും എന്ന് ദുര്യോധനൻ ഭയന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം നേരെ ധൃതരാഷ്ട്രന്റെ അടുത്ത് ചെന്നു. കാരണം ഒരു പദ്ധതി ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് പ്രകാരത്തിലും പാണ്ഡവന്മാരെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് മഹാരാജാവ് സമ്മതിച്ചാലേ പറ്റൂ. അദ്ദേഹം തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടതും. അതിനു വേണ്ടിയിട്ട് തൻ്റെ പിതാവ് മഹാരാജാവ് ധൃതരാഷ്ട്രൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു.